ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ന്യൂ ഇയർ സ്പെഷ്യലാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഈ പുതുവർഷം മധുരം കൊണ്ട് തന്നെ തുടങ്ങാം. ഇന്നത്തെ റെസിപ്പി വാൻചോ കേക്കാണ്. വാൻചോ കേക്കിന് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കും വാനില സ്പഞ്ച് കേക്കും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചാനലിൽ ഈ വാനില സ്പഞ്ചിൻ്റെയും അതുപോലെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കൂ. അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സ്പഞ്ച് കേക്ക്സ് ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗണാഷയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ, അതായത് താഴെ ആ സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റും എടുത്താൽ മതി. കാരണം ഞാനിത് വേറൊരു കേക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്കായിട്ട് എടുക്കണം. അപ്പോൾ ലോ സ്പീഡിൽ നിന്നും തുടങ്ങി ഹൈ സ്പീഡിലേക്ക് വേണം കൊണ്ടുവരാനായിട്ട്. നല്ല തണുപ്പോട് കൂടിയുള്ള ക്രീം വേണം എടുക്കാനായിട്ട്. എന്നാലാണ് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ക്രീം ബീറ്റായി കിട്ടുള്ളൂ. അതുപോലെ ആ ബൗളും ഈ വിസ്കും കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചുള്ളൂ. എന്നിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 1/3 ഭാഗം നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഈ ചോക്ലേറ്റ് ഗണാഷെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. എന്നിട്ടിത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതങ്ങനെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് ഈ ചോക്ലേറ്റ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തു. അപ്പോൾ ഈ കേക്കൊന്നും അതിൻ്റെ ആ ഒരു പൊസിഷനൊന്ന് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ സ്പഞ്ച് ഒന്ന് വെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞത് 1 കപ്പ് വെള്ളത്തിലിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് തേച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വേണം ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ലെയർ ഫിനിഷായി. അപ്പോൾ ബിഗിന്നേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് മുമ്പ് കുറച്ച് കേക്ക്സിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പൈപ്പിംഗ് ബാഗ് ഇട്ട് ഉപയോഗിക്കുന്നതും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേക്ക് റെസിപ്പീസ് എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ വാനില സ്പഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സാധാരണ ക്രീം ഉണ്ടല്ലോ അത് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചോക്ലേറ്റ് ക്രീമും അല്ലാതെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ചോക്ലേറ്റ് ഗണാഷയും ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള ആ ഷുഗർ സിറപ്പും അതുപോലെ ക്രീമും മാത്രമാണ് തേച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പുറത്തേക്കൊക്കെ വന്നതൊക്കെ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ വാനില സ്പഞ്ചിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഇങ്ങനെയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതിയും കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിടുകയൊക്കെ ചെയ്യണത്. എന്താണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തെടുക്കണല്ലേ നല്ലത്. അപ്പോൾ ഇനി തേർഡ് ലെയർ സെയിം തന്നെ, നമ്മുടെ ഫസ്റ്റ് ലെയർ തന്നെയാണ് തേർഡ് ലെയറായിട്ടും വന്നത്. സെയിം പ്രോസസ്സ് തന്നെ. ആദ്യം തന്നെ ചോക്ലേറ്റ് സ്പഞ്ച്, പിന്നെ ഷുഗർ സിറപ്പ്, പിന്നെ ചോക്ലേറ്റ് ഗണാഷ്, അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീം.
പിന്നെ നാലാമത്തെ ലെയറായിട്ട് വാനില സ്പഞ്ചാണ് വന്നത്. അതായത് രണ്ടാമത്തെ ലെയറും നാലാമത്തെ ലെയറും സെയിം ആണ്. ഈ കേക്കിൻ്റെ അടിഭാഗമൊക്കെ ഉള്ളത് ഒന്ന് തിരിച്ച് വച്ചിട്ട് വേണം ഇങ്ങനെ ലെയർ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലാണ് ഈ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഈ കേക്കിലിട്ട് ഇറങ്ങി ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ 4 ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ആ ഒരു വൈറ്റ് ക്രീം കൊണ്ട് അങ്ങോട്ട് കവർ ചെയ്യാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫിനിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു പെർഫെക്ഷനൊക്കെ വന്നാൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനും സെയിം ആയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് ചോക്ലേറ്റുമാണ്, വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ബട്ടർ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ ചോക്ലേറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഗണാഷ് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ വേണം ഇതിങ്ങനെ ഒഴിക്കാനായിട്ട്. എന്നിട്ട് ഇത് മുകളിലോട്ട് അപ്പോഴത്തേക്കും നമ്മുടെ കേക്കും നല്ലപോലെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ താഴെ ഒരു പാത്രം വെച്ചിട്ട് വേണം കേട്ടോ ഈ കേക്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ ആ ഒലിച്ചിറങ്ങണത് താഴോട്ട് ചാടിക്കോളും. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതാണിത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ വെച്ച് വരച്ചു കൊടുക്കുക. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ലീഫോ അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ വച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സൈഡിൽ കൂടെ ചോക്ലേറ്റ് സ്ട്രാൻഡ്സ് ആണ് വെച്ച് കൊടുത്തത്. ചോക്ലേറ്റ് സ്ട്രാൻഡ്സ് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇത് വെറുതെ പ്ലെയിൻ ആയിട്ട് വെച്ചാലും മതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, വാഞ്ചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.